കിട്ടാൻ പോലും അവന്മാർക്ക് പൈസ ഇല്ല. വളരെ മികച്ച ഒരു മേൽക്കൂര. ശബരിമലയിൽ കഴിഞ്ഞ ദിവസം പോയുണ്ടായി. രാത്രിയാണ് പോയത്. എൻ്റെ സൗണ്ട് എന്തിങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ്. ഈ ഒരു പച്ച പരവതാനി പോലുള്ള മേൽക്കൂര നമ്മുടെ വീടുകളിലെ കിണറിൽ ഇതിനേക്കാളും നല്ല മേൽക്കൂരയാണ് നമ്മളിടുന്നത്. അതിനേക്കാളും കുറഞ്ഞ മേൽക്കൂരയാണ് അയ്യപ്പന്മാർക്ക് മഴ നനയാതിരിക്കാനായിട്ട് ഈ ഒരു വഴിയിലിട്ട് വച്ചേക്കുന്നത്. ഇതാരുടെ ബുദ്ധിയാണോ എനിക്കറിയില്ല. ഇവരുടെ കയ്യിൽ അനാവശ്യ കെട്ടിടങ്ങൾ കെട്ടാനുള്ള പൈസ ഉണ്ട്. പക്ഷെ ആദ്യം ചെയ്യാനുള്ള ബേസിക്കായ ഒരു നല്ലൊരു ഷീറ്റ് വാങ്ങിയിടാനുള്ള ബുദ്ധി പോലും ഇവർക്കില്ലെന്ന് ആലോചിക്കുമ്പോൾ ഇതാ നല്ല മഴ പെയ്യാണ്. മഴയത്ത് നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവർ ആദ്യം ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വഴി കറക്റ്റ് ഒരു ഷീറ്റ് ഇടുക എന്നുള്ളത്. ഇവരുടെ കയ്യിൽ പൈസ ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത്രയും വലിയ പടുകുറ്റം ഭീമാകാരമായ ഷീറ്റ് ഇട്ടതും അവിടെ കെട്ടിയിട്ടുണ്ട്, ഇവിടെ എല്ലാം കെട്ടിയിട്ടുണ്ട്. പക്ഷേ അയ്യപ്പന്മാർ നിന്നും നനയുവാണ് കേട്ടോ. ഫുള്ള് നല്ല ടാർപോളിൻ വിരിച്ച്, ടാർപോളിനും അല്ല ഇത്, ഒരു ടാർപോളിൻ പോലും വാങ്ങിക്കാനുള്ള പൈസ ഇവരുടെ കയ്യിലില്ലെന്ന് തോന്നുന്നു. ഇത്രയും അടുത്ത് അയ്യപ്പന്മാർ നിന്നതും അവിടെ നിന്ന് നനയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 5-10 മിനിറ്റ് ആണെങ്കിൽ പിന്നെ ഓക്കെ. ഇതേപോലെ ഒരു 10ഓളം ഷെൽട്ടറുണ്ട്. എങ്ങനെ പോലും ഒരു 1-2 മണിക്കൂർ ഈ മഴയത്ത് നിന്ന് നനയേണ്ടി വരും. അങ്ങനെ മഴ നനഞ്ഞ് അയ്യപ്പനെ കണ്ടത് മാത്രം ഒരു ആശ്വാസം. പക്ഷേ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും നല്ല അടിപൊളി പനിയും പിടിച്ച് തൊണ്ടയും അടഞ്ഞ് മൊത്തത്തിൽ ഇത് എൻ്റെ ഹെൽത്തും പോയി കിട്ടി. അപ്പോൾ എനിവേ താങ്ക്സ് ടു ദേവസ്വം ബോർഡ് ഫോർ ഇത്രയും നല്ല അത്യാധുനിക ടെക്നോളജി യൂസ് ചെയ്തത്.